നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8 വർഷത്തിന് ശേഷം വിധി വന്ന് ഒരു 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് അതിജീവിത വളരെ പക്വതയോടുകൂടി അവർ പ്രതികരിച്ചത്. അതായത് പ്രകാശത്തിൻ്റെ ഒരു നേരിയ കണം ഈ ഒരു വിധിയിൽ ഞാൻ കാണുന്നു. എന്നാൽ നീതിക്ക് മുൻപിൽ എല്ലാവരും, നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരല്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയാണ് ഈ വിധി എന്നാണ് അവരുടെ ആദ്യ പ്രതികരണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ മറ്റു കാര്യങ്ങൾ കൂടെ എന്തുകൊണ്ട് ഈ വിധിയിൽ തൃപ്തിയില്ല എന്നുള്ളത് കൂടെ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ ഈ കേസിലെ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. അവർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഈ കോടതിയിലുള്ള വിശ്വാസത്തിനെക്കുറിച്ച്. അതുപോലെ മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും അത് അംഗീകരിച്ചില്ല. ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന് ഹർജി നൽകിയപ്പോൾ ഇതേ ജഡ്ജി തുടരണം എന്ന് പ്രതിഭാഗം ഹർജി നൽകിയിട്ടുണ്ട്. ഇത് തൻ്റെ സംശയങ്ങൾ ബലപ്പെടുത്തുകയാണ് ചെയ്തത്. തൻ്റെ ആശങ്കകൾ അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കത്തുകൾ അയക്കേണ്ട ഒരു സാഹചര്യം പോലും വന്നിട്ടുണ്ട്. ഈ കേസ് ഒരു ഓപ്പൺ കോടതിയിൽ നടത്തണം എന്ന ആവശ്യം തള്ളിയിരുന്നു. കാരണം ഓപ്പൺ കോടതിയാണെങ്കിൽ ജനങ്ങൾക്കും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും എല്ലാം ആക്സസ് ഉണ്ടാവും. പക്ഷേ അത് തള്ളിയിട്ടുണ്ട് എന്ന് ഇങ്ങനെ 6 കാര്യങ്ങളാണ് അതിജീവിത അവരുടെ ആദ്യത്തെ പ്രതികരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ കോടതി വിധിയിൽ തൃപ്തിയില്ല എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത്ര പോരെ? ഇത് തന്നെ ധാരാളമല്ലേ? അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കോടതി വിധിയിൽ തൃപ്തിയില്ല എന്നുള്ളത്. ഇപ്പോൾ സാധാരണക്കാരടക്കം മാധ്യമങ്ങളടക്കം എല്ലാവരും ഇത് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി ഈ വിധിയെക്കുറിച്ച്, ഈ വിധി കേട്ട അന്നു മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ അതിജീവിതയും പറഞ്ഞത്. ഇന്നലെ നടി മഞ്ജു വാര്യർ അവർ കൂടെ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവർ ഇപ്പോഴും പകൽ വെളിച്ചത്തിൽ സ്വതന്ത്രമായി നടക്കുന്നു എന്ന് പറയുന്നത് ഭയപ്പാടുണ്ടാക്കുന്നു. ഇവിടെ തൊഴിലിടങ്ങളിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഇത് നീതിയുക്തമായി അല്ലെങ്കിൽ നീതിപൂർണ്ണമായും നടപ്പിലാക്കിയെന്ന് പറയാനാവുള്ളൂ എന്നാണ് മഞ്ജു വാര്യർ ഇന്നലെ പ്രതികരിച്ചിട്ടുള്ളത്. നമ്മൾ സമൂഹത്തിലെ ഓരോരുത്തർക്കും പറയാനുള്ള, നമ്മളെല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ മഞ്ജു വാര്യരും പറഞ്ഞത്. കാരണം ഈ സമൂഹത്തിൽ ഓരോ സ്ത്രീയും സുരക്ഷിതരാവാൻ, തൊഴിലിടങ്ങളിലും അതുപോലുള്ള മറ്റ് പൊതുസ്ഥലങ്ങളിലും സ്ത്രീകൾ സുരക്ഷിതയാണ് എന്ന് ഉറപ്പുവരുത്താൻ ഇതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ കൂടി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ വിധി പൂർണ്ണമാകുള്ളൂ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. ഈ അതിജീവിത എന്ന വാക്ക് തന്നെ ശരിക്കും സർവൈവർ, ആ വാക്ക് തന്നെ അവർക്ക് യോജിക്കുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും ഷീസ് എ ഫൈറ്റർ, ഷീസ് എ ഫയർ. കാരണം ഇവിടുത്തെ പെൺകുട്ടികൾക്ക്, ഈ നാട്ടിലെ, ഈ രാജ്യത്തിലെ, അതുപോലെ ഈ ലോകത്തിലെ പെൺകുട്ടികൾക്ക് ഈ ഒരു കേസിനോട് അവർ കാണിക്കുന്ന ഒരു ധൈര്യം, അതുവഴി അവർ സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഒരു സന്ദേശം വളരെ വലുതാണ്. കാര്യം തന്നെ ആക്രമിച്ച പ്രതി അത് എത്ര പ്രബലനാണെങ്കിലും അതിനെതിരെ പടപൊരുതുക, നീതി കിട്ടുന്നത് വരെ അതിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പേര് തീർച്ചയായിട്ടും നാളെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തും. അതുപോലെ ഈ വിധി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പേര് കൂടെയുണ്ട്. അത് ശ്രീ പി ടി തോമസ് MLA, അദ്ദേഹത്തിൻ്റെതാണ്. കാരണം അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ കേസിൻ്റെ ഗതി തന്നെ മാറിപ്പോവുമായിരുന്നു. ഈ അടുത്ത കാലത്തൊന്നും കേരളം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു കേസില്ല. കാരണം അത്രയും ബ്രൂട്ടലായി ഒരു സ്ത്രീയെ ഇത്രയും പേര് ചേർന്ന് ഒരു ഷൂട്ട് കഴിഞ്ഞ് വരുന്ന സമയത്ത് പിടിച്ചോണ്ട് പോയി ബലാത്സംഗം ചെയ്യുക എന്ന് പറയുക, വളരെ ബ്രൂട്ടലി ഉപദ്രവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ്. അവരൊരു സാധാരണക്കാരിയായിരുന്നില്ല. അവർ സമൂഹത്തിലെ ഒരു വളരെ ഉന്നതരായ ഒരു സ്റ്റാറാണ്, ഒരു സിനിമാ നടിയാണ്. അവർക്ക് പോലും ഈ നാട്ടിൽ സുരക്ഷിതത്വം ഇല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ളവർക്ക് എന്താണ് അവസ്ഥ? നാളെ എനിക്കോ നിങ്ങൾക്കോ ഒക്കെ ഇതുപോലെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൃത്യമായ ഒരു നീതി ഉണ്ടാവണം എന്നുള്ളത്, അതുകൊണ്ടാണ് ഈ പൊതുസമൂഹം ഇത്രയേറെ ഈ കേസിന് വേണ്ടിയും അവൾക്കൊപ്പം നിൽക്കുന്നത്. ഇപ്പോൾ ഈ കേസിലെ 8ാം പ്രതി ദിലീപാണ്. ദിലീപ് പറയുന്നു ദിലീപല്ല അത് ചെയ്തത് എന്ന് പറയുന്നു. കോടതിയും അങ്ങനെ വെറുതെ വിട്ടുകൊണ്ട് വിധി വരുന്നു. ആ കോടതി വിധി നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. ശരി, ആയിക്കോട്ടെ. അപ്പോൾ ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? അങ്ങനെ ഒരാളുണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ
നീതി കിട്ടേണ്ടതും വളരെ അത്യാവശ്യമല്ലേ. ആരാണോ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ, കാരണം നമ്മൾ കേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ് റേപ്പ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു സ്ത്രീയെ കൊണ്ടുപോയി റേപ്പ് ചെയ്യാനുള്ളൊരു കൊട്ടേഷനാണ് കൊടുക്കുന്നത്, അതും കോടികൾ കൊടുത്ത്, 1.5 കോടിയും ഒക്കെ കൊടുത്തിട്ടാണ്. അപ്പം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്ന ഇത്രയും നീചമായ ഒരു പ്രവൃത്തിയുടെ കൃത്യമായൊരു ഫലം പുറത്തു വന്നു തന്നെ ആകട്ടെ. ഈ കോടതി വിധി വന്നു കഴിഞ്ഞു, ഒരുപാട് കാലമെടുത്ത് വിധി വരാൻ. പക്ഷേ ഇപ്പോൾ പലരും പറഞ്ഞു കേൾക്കും പോലെ ഈ ഒരു തടസ്സം മാറിക്കിട്ടി, ഈ ഒരു കോടതിയെ കൊണ്ടുള്ള തടസ്സം മാറിക്കിട്ടി. അപ്പോൾ ഹയർ കോടതികളിലേക്ക്, ഹൈക്കോർട്ടിലേക്കോ സുപ്രീം കോർട്ടിലേക്കോ ഇനി കേസ് മുമ്പോട്ട് കൊണ്ടുപോകാം, അതിനുള്ളൊരു തടസ്സമാണ് മാറിയത്. അതൊരു വലിയ ആശ്വാസമാണ് എന്ന് പലരും പറഞ്ഞു കേൾക്കും പോലെ ഇനി അപ്പീലുമായി മുന്നോട്ട് പോകാം. അപ്പോഴും ഈ സമൂഹം അവളുടെ കൂടെ തന്നെ ഉണ്ടാവും, അവരുടെ കൂടെ തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകും. ഏത് കോടതിയുടെ വിധി വന്നാലും, വിധി എന്താണെങ്കിലും ശരി, സധൈര്യം അവർ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ. കാരണം അവർ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം വളരെ വലുതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ സ്ത്രീകൾക്ക് അവർ പകർന്നു കൊടുക്കുന്ന ഒരു ഊർജം, ഒരു പോരാട്ടമാണ് ശരിക്കും ഇത്. ഒരു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം കൂടെയാണിത്. അപ്പോൾ ഈ പോരാട്ടത്തിലെ വിധി എന്ത് തന്നെ ആയാലും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എത്ര പ്രബലനാണെങ്കിലും നമ്മൾ മുമ്പോട്ട് പോവുക എന്ന് പറയുന്ന ഒരു സന്ദേശം അത് വളരെ വലുതാണ്. പിന്നെ വിധി എന്തു തന്നെയാണെങ്കിലും കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല. കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ക്ലീശയായിട്ടൊക്കെ തോന്നും, പക്ഷേ അതൊരു വലിയ സത്യമാണ്, അതൊരു പ്രകൃതി നിയമമാണ്. അത് ഇനി ഏത് ജ്യോത്സ്യനെ കണ്ട് എന്ത് വഴിപാട് നടത്തിയാലും, ഏത് ഭഗവാനെ കണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ, മുകളിൽ നിന്നുള്ള വിധി എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് മാറ്റി എഴുതാൻ പറ്റിയ ഒന്നൊന്നുമല്ല. അത് കാലം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിലും കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും. കാരണം മുമ്പോട്ട് പോകും തോറും ഒരു നുണ അത് മൂടി വയ്ക്കാൻ, ഒരു നുണ നമ്മൾ 10 പ്രാവശ്യം 100 പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമാവില്ല. അതുകൊണ്ട് തന്നെ എന്നും ഒരു നുണ എന്ന് പറയുന്നത് ഒരു കാലത്ത് പൊളിഞ്ഞു വീണിട്ടുണ്ട്. അത് പല കേസുകളിലും പല കാര്യങ്ങളിലും നമ്മൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാലം ഒന്നിനും കണക്ക് പറയാതെ പോവില്ല. നമുക്ക് കാത്തിരിക്കാം. എന്നും അവളോടൊപ്പം.